ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രോഫിറ്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം. അതായത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ ബൈ യൂസിങ് സിംഗിൾ എൻട്രി മെത്തേഡ് നമുക്ക് എങ്ങനെ ഒരു ഫേമിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ നമ്മൾ ബാലൻസ് ഷീറ്റിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കും റിലേറ്റഡ് വിത്ത് ദ സെയിം ടോപ്പിക്. അതായത് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കാൽക്കുലേഷനും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ പ്രിപ്പറേഷനും തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ വ്യത്യാസം ഇവിടെ കമ്പനി എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. A, B and C were in partnership, and towards the end of 2019, most of their accounts were destroyed by fire. The balance sheet as on 31st December 2018 was as follows. അപ്പോൾ എ ബി ആൻഡ് സി എന്നുള്ള മൂന്ന് പാർട്ട്നേഴ്സിൻ്റെ 2018 ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ 2019 ഇയറിൽ അവരുടെ കുറച്ച് റെക്കോർഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 2018 അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കാം. ലയബിലിറ്റീസ് ആൻഡ് ക്രെഡിറ്റ് അസറ്റ്സ് ഉണ്ട്. സോ ലയബിലിറ്റീസിൽ ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സ് 5500, ഇതിന് ക്യാപിറ്റൽ ഉണ്ട് മൂന്ന് പാർട്ട്നേഴ്സിൻ്റെ. എ 4500, ബി 3000, സി 1500, ടോട്ടൽ 9000. ഇതിന് കറണ്ട് അക്കൗണ്ട് എ 145, ബി 100. നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് പുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് കറണ്ട് അക്കൗണ്ട്. ഈ ഒരു കറണ്ട് അക്കൗണ്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ സ്പെഷ്യലി നോട്ട് ചെയ്യേണ്ടതായിട്ട് നമുക്കത് ആൻസർ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ അസറ്റ്സ് ആയിട്ട് നമുക്ക് ക്യാഷ് 2400, ഡെപ്റ്റേഴ്സ് 2600, സ്റ്റോക്ക് 6500, മെഷീനറി 1450, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് 600, അഡ്വാൻസ് പേയ്മെൻറ്റ് 35. ദെൻ കറണ്ട് അക്കൗണ്ട് സി. ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ എ ആൻഡ് ബി എന്നീ രണ്ട് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ട് ലയബിലിറ്റി സൈഡിലും വന്നിട്ടുണ്ട്. ആൻഡ് സി എന്ന പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ട് അസറ്റ് സൈഡിലും തന്നിട്ടുണ്ട്, അതായത് 170. അപ്പോൾ എന്താണ് ഈ കറണ്ട് അക്കൗണ്ട് എന്നുള്ളത് നമുക്ക് പറയുന്നുണ്ട്, നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ ടോട്ടൽ എമൗണ്ട് 14,745. ദെൻ ദ പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് ഡ്യൂറിങ് 2019. 2019 ഈ പാർട്ട്നേഴ്സിന് ഡ്രോയിങ്സ് ഉണ്ട്. മീൻസ് അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷനിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എ 1400, രണ്ടാമത്തെ ആൾ ബി 1000, മൂന്നാമത്തെ ആൾ 650 എന്നീ രീതിയിലാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് ഓൺ 31st December 2019. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് 2018 പറഞ്ഞു. അതായത് നമ്മുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഏത് ബാലൻസാണത്, ഓപ്പണിംഗ് ബാലൻസ്. ബിക്കോസ് നമ്മളുടെ 2019 റെക്കോർഡുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ 2019 നമ്മുടെ കറണ്ട് ഇയർ. അപ്പോൾ ആ വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ആദ്യം തന്നിട്ടുള്ള ഡാറ്റാസ് ഓപ്പണിംഗ് ബാലൻസുകളായിട്ടും ഇനി തരുന്നത് ആസ് ഓൺ 31st December 2019 നമ്മുടെ ക്ലോസിംഗ് ബാലൻസസ് ആണെന്ന് മനസ്സിലാക്കുക. ദ ക്യാഷ് വാസ് 3200. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 2400 ഉണ്ട്. നമുക്ക് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 3200. അതേപോലെ ഡെപ്റ്റേഴ്സ് 4025. ദെൻ സ്റ്റോക്ക് 5900, അഡ്വാൻസ് പേയ്മെൻറ്റ് 25 ആൻഡ് ക്രെഡിറ്റേഴ്സ് 640. ദെൻ മെഷീനറി ഈസ് ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 10% പെർ ആനം. മെഷീനറി എന്താണ്, നേരിട്ട് ക്ലോസിംഗ് ബാലൻസ് തരികയല്ല ചെയ്തിട്ടുള്ളത്, പകരം 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. സോ അത് നമുക്ക് ലെസ് ചെയ്തിട്ട് വേണം നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്താൻ. ദെൻ ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് അറ്റ് 7.5% ആൻഡ് 5% ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ. അതേപോലെ തന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും മെമ്പേഴ്സിനും പാർട്ട്നേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, 5% ഇൻട്രസ്റ്റ് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള അവരുടെ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഓരോ പാർട്ട്നേഴ്സിനും 5% ഇൻട്രസ്റ്റ് അലൗ ചെയ്യുന്നുണ്ട് കമ്പനി. ദെൻ ദ പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് 1/2, 1/3 ആൻഡ് 1/6. അതായത് അവരുടെ പ്രോഫിറ്റിൻ്റെ ഷെയറിങ്, ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലാണ് അവർ ആ ഷെയർ ഓഫ് പ്രോഫിറ്റ് വിധിച്ചെടുക്കേണ്ടത്. You are required to prepare the statement showing the net trading profit for the year 2019. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2019 അവസാനത്തിൽ അവരുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ഡിവിഷൻ ഓഫ് ദ സെയിം ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്
അതേപോലെ തന്നെ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റിന് എന്ത് ചെയ്യണം, നമുക്ക് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പ്രൊപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ എത്രയാണോ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക, അതിനെന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ 1/2, 1/3, 1/6 എന്ന പ്രൊപ്പോർഷനിൽ നമുക്ക് വീതിച്ച് കൊടുക്കേണ്ടി വരും. ദെൻ ടുഗദർ വിത്ത് ദി ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2019. അതേപോലെ തന്നെ കൂടി പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ബാലൻസ് ഷീറ്റ് കൂടി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ നമുക്ക് എ, ബി ആൻഡ് സി എന്നീ 3 പാർട്ട്നേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ 2019 ഇയർ എൻഡിങ് 2019 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് എന്ത് ഒരു സിംഗിൾ എൻട്രി മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ കമ്പാരിസൺ ആണ് നമ്മുടെ പ്രോഫിറ്റ്, അല്ലെ? നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ കമ്പനിയുടെ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്താൻ. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു ഒരു പോയിന്റ് ഉണ്ട്, കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമ്മളത് കണ്ടെത്തണം, ക്ലോസിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അത് കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? കമ്പനീന്റെ ക്ലോസിംഗ് ബാലൻസസ്, അതായത് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വർഷത്തെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും. അങ്ങനെയാണ് നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്തത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്തില്ല, ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ 2018 ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, പക്ഷേ 2019 ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പൊ ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ആണ്. ലയബിലിറ്റീസ് ഉണ്ട്, അസറ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്പൊ 2019 ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമ്മുടെ കയ്യിലില്ലാത്തത്. അത് കണ്ടെത്താൻ നമ്മൾ 31st December 2019 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് വരക്കേണ്ടത്. അതിന് വേണ്ട ഇൻഫർമേഷൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കറണ്ട് അക്കൗണ്ട് എന്താണെന്നാണ്. കറണ്ട് അക്കൗണ്ട് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു പോയിന്റ് ആണ് കറണ്ട് അക്കൗണ്ട്. ആദ്യം കറണ്ട് അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ അവിടുത്തെ വരുന്ന വരുമാനങ്ങൾക്കും അവിടുത്തെ ചെലവുകൾക്കും കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടായിരിക്കും. ബിക്കോസ് ഒരാൾക്ക് എന്ത് ചെയ്യണം, മറ്റ് 2 ആളുമായിട്ടും ഷെയർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ 3 ആൾക്കും ആ ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ വരുന്ന വരുമാനങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അവിടെ ലോസ് ആണെങ്കിൽ അതും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊപ്പോർഷൻ ബേസിസിലോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ഈ പറയുന്ന പാർട്ട്നേഴ്സിന് കിട്ടുന്ന എന്തെല്ലാം വരുമാനങ്ങൾ പാർട്ട്നേഴ്സിന് കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസസ് തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യന്റെ അഡ്ജസ്റ്റ്മെന്റിന് മുൻപ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസസ് നമുക്കൊരു കോളം വൈസിൽ തന്നിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ബാലൻസ് നോക്കുന്ന സമയത്ത് 2018 ബാലൻസ് ആണ്. അവിടെ എന്തുണ്ട്, നമ്മുടെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ട്നേഴ്സിന്റെ എമൗണ്ടും നമ്മുടെ അസറ്റ് സൈഡിൽ ഒരു പാർട്ട്ണറുടെ എമൗണ്ടും തന്നിട്ടുണ്ട്. അതായത് എ ആൻഡ് ബിന്റെ എമൗണ്ട് നമുക്ക് ലയബിലിറ്റി സൈഡിലും സിന്റെ എമൗണ്ട് നമുക്ക് അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അതായത് എന്താണ്, കമ്പനിയുടെ ലയബിലിറ്റി സൈഡിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ആ കമ്പനിയുടെ ബാധ്യതകളാണ്, ആ കമ്പനി കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളാണ്. സോ ആസ് എ കമ്പനി എന്നുള്ള നിലയ്ക്ക് കമ്പനിയിൽ നിന്നും എന്ത് ചെയ്യാനുണ്ട്, കമ്പനിയിൽ നിന്നും കമ്പനിയുടെ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടുകൾ, വരുമാനം, അത് പ്രോഫിറ്റിന്റെ ഭാഗമായിരിക്കും, മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റുകളായിരിക്കും, ഇതൊക്കെ കമ്പനി റൺ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനങ്ങളാണ്. സോ ആ എമൗണ്ട് ആണ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുള്ള എ ആൻഡ് ബിന്റെ ലയബിലിറ്റി സൈഡിൽ. പിന്നീട് അസറ്റ് സൈഡിൽ തന്നിട്ടുള്ളത് സിന്റെ എമൗണ്ട് ആണ്. അതായത് സിന്റെ കാര്യം അസറ്റ് സൈഡിൽ തരാം. അസറ്റിന്റെ പ്രത്യേകത എന്താണ്, അത് കമ്പനിന്റെ ആസ്തിയാണ്, കമ്പനിന്റെ വരുമാനമാണ്, അല്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇന്നല്ലെങ്കിൽ പിന്നെ വരുമാനമാക്കി മാറ്റാം. സിന്റെ എമൗണ്ട് അസറ്റിൽ തന്നിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, കമ്പനി എക്കും ബിക്കും ക്യാഷ് കൊടുക്കാനുണ്ട്, പക്ഷെ സിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. പകരം സി എന്താണ്, കമ്പനിയിലേക്കാണ് ക്യാഷ് കൊടുക്കുന്നത്. അതിന്റെ റീസൺ ഒരു പക്ഷെ നമുക്കറിയാം, കമ്പനിയിൽ നിന്നും ഈ പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചിട്ടുണ്ടായിരിക്കാം. അത്തരം സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുമല്ല ഇതേപോലത്തെ എന്തെങ്കിലും റവന്യൂസ് ഒക്കെ അവർ പേഴ്സണൽ പർപ്പസിനോ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, പിന്നീട് അത് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചടക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നതായിരിക്കാം. സോ എന്തായാലും എ ആൻഡ് ബി എന്നീ 2 പാർട്ട്നേഴ്സിനാണ്
കമ്പനി ക്യാഷ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ സി എന്ന പാർട്ട്ണർ കമ്പനിയിലേക്കാണ് ക്യാഷ് കൊടുക്കാനുള്ളത്. സോ അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, കമ്പനിയിൽ നിന്നും കമ്പനിയുടെ പാർട്ട്നേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനങ്ങൾ, അതേപോലെ തന്നെ അവർ കമ്പനിയിലേക്ക് കൊടുക്കാനുള്ള ചെലവുകൾ, മീൻസ് അവർ കമ്പനിയിലേക്ക് കൊടുക്കാനുള്ള പേയ്മെന്റുകൾ, അത് അസറ്റ് സൈഡിലാണ് ഉണ്ടായിരിക്കുക. കമ്പനി അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ ലയബിലിറ്റി സൈഡ്. അപ്പോൾ അതാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ക്യാപിറ്റലായിട്ട് പരിഗണിക്കേണ്ടത്. കാരണം ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ ക്യാപിറ്റലിന് യാതൊരു ചേഞ്ചസും വരുത്തുന്നില്ല. പാർട്ട്ണർഷിപ്പ് അല്ലാത്ത കേസിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടെത്തി. ഇവിടെ പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് അവരുടെ ക്യാപിറ്റലിനെ നമ്മൾ സ്വതന്ത്രമായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നീടുള്ള വരുമാനങ്ങൾ, പിന്നീട് ആ കമ്പനിയിൽ നിന്ന് അവർ ഏൺ ചെയ്യുന്ന വരുമാനങ്ങളും മറ്റും ഈ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട്. സോ ആ വരുമാനങ്ങളുടെ ബേസിസ് നമുക്ക് അറിയേണ്ടതും അത് തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്, കമ്പനിയുടെ വരുമാനമാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കറണ്ട് അക്കൗണ്ട് ആണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസസ് തന്നിട്ടുണ്ട് അല്ലേ. ബിക്കോസ് 2018 നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാധാ ക്യാപിറ്റലും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസസും തന്നിട്ടുണ്ട്. എന്നാൽ താഴെ നോക്കിയാൽ നമുക്ക് താഴെ പാരഗ്രാഫിൽ എന്തുണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് കറണ്ട് ഇയറിലെ അസറ്റുകളുടെയും ലയബിലിറ്റീസിന്റെ ഒക്കെ പൊസിഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ എന്തില്ല, കറണ്ട് അക്കൗണ്ട് ഇല്ല, അവിടെ ക്യാപിറ്റലും ഇല്ല. ബിക്കോസ് ക്യാപിറ്റൽ ഇനി പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ക്യാപിറ്റലിന് മാറ്റമില്ലാതെ കണ്ടിന്യൂ ചെയ്യും, അതിൽ നമ്മൾ തൊടുന്നില്ല, അത് അങ്ങനെ തന്നെ അവസാനം വരെ ഉണ്ടായിരിക്കും. പുതിയ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യും. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണെങ്കിലും ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണെങ്കിലും അത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഏതിലൂടെയാണ്, ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് കണ്ടെത്താനായിരിക്കണം. അല്ലാതെ സാധാ കേസിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ക്യാപിറ്റൽ കണ്ടെത്താനല്ല. അപ്പോൾ പാർട്ണർഷിപ്പ് കേസിന്റെ കാര്യത്തിൽ പ്രത്യേകം നോട്ട് ചെയ്യുക, കറണ്ട് അക്കൗണ്ട് ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പണിംഗ് ആണെങ്കിലും ക്ലോസിംഗ് ആണെങ്കിലും കണ്ടെത്തേണ്ടത്. സോ നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ളത് ക്ലോസിംഗ് ബാലൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ആൻഡ് അഡ്വാൻസ് പേയ്മെന്റ്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, അതേപോലെ തന്നെ അത്രയും ഐറ്റംസ് ആണുള്ളത് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാരഗ്രാഫിലും. അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ ബാലൻസ് തന്നിട്ടുള്ളത് 3 ഐറ്റംസ് ആണ്. സോ നമുക്ക് ആ ഐറ്റംസ് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 3 ഐറ്റംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. നമുക്ക് ആദ്യം അസറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റ്യനിൽ 2 എമൗണ്ടുകളുണ്ട്. 2018 എമൗണ്ട് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്, 2019 എമൗണ്ട് താഴെ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. സോ ക്യാഷ് ഇൻ ഹാൻഡ് 3200. ദെൻ ഡെപ്റ്റേഴ്സ് ആണ് നെക്സ്റ്റ് ഐറ്റം, എമൗണ്ട് 4025. നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെന്റ്, അഡ്വാൻസ് പേയ്മെന്റ് ജസ്റ്റ് 25 റുപ്പീസ്. ദെൻ സ്റ്റോക്ക് അവൈലബിൾ ആണ് 5900, സ്റ്റോക്ക് 5900. പിന്നെ 2 ഐറ്റംസ് ഉള്ളത് എന്താണ്, ഫിക്ചേഴ്സ്, ഫർണിച്ചർ അല്ല, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് ആൻഡ് ആൾസോ മെഷീനറി. ഈ രണ്ടിന്റെ കറണ്ട് ഇയറിലെ എമൗണ്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല, പകരം അവിടെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ ഫർണിച്ചർ ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ് ബാലൻസ് വന്നിട്ടുള്ളത് 600 രൂപയാണ്. അതേപോലെ മെഷീനറി ബാലൻസ് ഉള്ളത് 1440 രൂപ. അത് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. എന്നാൽ ഒരു വർഷം റൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് വല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, അല്ല വല്ല അപ്രീസിയേഷനോ ഡിപ്രീസിയേഷനോ വന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫാക്ടർ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് തരുന്നതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട്. നമ്മളോട് നമ്മുടെ ഫിക്ചേഴ്സിന് വന്നിട്ടുള്ളത് 7.5% ഫിക്ചേഴ്സിന് വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ. അതേപോലെ മെഷീനറി ഡിപ്രീസിയേറ്റ് ചെയ്തത് 10% ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫർണിച്ചർ ഫിക്ചേഴ്സിന്റെയും മെഷീനറിയുടെയും പ്രീവിയസ് ബാലൻസ്, അതായത് ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്താൽ മതി. അപ്പൊ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഓപ്പണിംഗ് ബാലൻസസ് നേരിട്ട് എഴുതാൻ പറ്റൂല. ഫിക്ചേഴ്സിന്റെ കേസിൽ ഓപ്പണിംഗ് ബാലൻസ് 7% നമുക്ക് ലെസ് ചെയ്യണം. അതേപോലെ തന്നെ മെഷീനറിന്റെ കേസിൽ നമുക്ക് 10% ലെസ് ചെയ്യേണ്ടതുണ്ട്. സോ നോക്കാം, ഫിക്ചേഴ്സ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് 600 രൂപ. ഈ 600 നമ്മൾ എന്ത് ചെയ്യണം, 7.5% ലെസ് ചെയ്യണം. 7.5% ലെസ് ചെയ്യണം. അതേപോലെ മെഷീനറിന്റെ 1440 രൂപയാണ് മെഷീനറി ഉള്ളത്, അതിന്റെ 10% എന്ത് ചെയ്യണം, നമ്മൾ ലെസ് ചെയ്യണം. സോ നോക്കാം, 600 ആണ് നമ്മുടെ ഫിക്ചേഴ്സ്, അതിന് 10% 45. 600ന് 10%, 7.5% 45. നെക്സ്റ്റ് ബാലൻസ് എമൗണ്ട് 565. അതേപോലെ മെഷീനറി ഉണ്ട് 1440 ആണ് അതിന്റെ എക്സാക്ട് പ്രൈസ്.
10% 144 രൂപ. ദെൻ ബാലൻസ് വരുന്നത് 1296. സോ 3 ഐറ്റംസ് ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, അതേപോലെ തന്നെ അഡ്വാൻസ് പേയ്മെന്റ്, സ്റ്റോക്ക് വരെ നമുക്ക് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നീടുള്ളത് ഫർണിച്ചർ ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സും അതേപോലെ തന്നെ മെഷീനറിയാണ്. ഫിക്ചേഴ്സിന്റെയും മെഷീനറിയുടെയും കേസിൽ ക്ലോസിംഗ് ബാലൻസസ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ എത്രയാണോ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെസ് ചെയ്താൽ നമുക്ക് കറണ്ട് ഇയറിലെ ബാലൻസ് കിട്ടും. സോ ഓപ്പണിംഗ് ബാലൻസ് 600 ആയിരുന്നു, എന്നാൽ ഈ വർഷം ക്ലോസിംഗ് ആയപ്പോഴേക്കും എത്രയായി, 565 ആയി. ദെൻ 1440 മെഷീനറി ഈ വർഷം അവസാനം ആയപ്പോഴേക്കും 1296 രൂപയായി. അതേപോലെ നമുക്ക് ലൈബിലിറ്റീസിന്റെ ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് ബാലൻസ് വന്നിട്ടുള്ളത് 6040 രൂപ. പിന്നീട് ക്യാപിറ്റലും നമ്മൾ കാണിക്കണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ കേസിൽ ഏതാണ്, കറണ്ട് അക്കൗണ്ട് ആണ് പരിഗണിക്കേണ്ടത്. സോ നമുക്ക് ഏതെടുക്കാം, ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് അവിടെ ആവശ്യമില്ല. സോ നമുക്ക് ക്യാപിറ്റൽ ഇവിടെ കാണിക്കാം. ക്യാപിറ്റൽ സിംഗിൾ എമൗണ്ട് ആയിട്ടല്ല തന്നിട്ടുള്ള, പകരം 3 പാർട്ട്നേഴ്സിന്റെയും എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ്. സോ എ, ബി ആൻഡ് സി. എന്റെ എമൗണ്ട് 4500, ദെൻ ബി 3000, സി 1500. ടോട്ടൽ വന്നിട്ടുള്ളത് 9000 രൂപയാണ് ക്യാപിറ്റൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഴയ പോലെ നമ്മുടെ രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് അസറ്റും അതേപോലെ തന്നെ ലയബിലിറ്റീസ് രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കാം. ഏത് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വരുന്നത് നമുക്കത് ടോട്ടൽ ചെയ്യാം. ദെൻ എവിടെയാണ് ബാലൻസ് വരുന്നത് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് കറണ്ട് അക്കൗണ്ട് എന്നുള്ള പേരിൽ ആ ബാലൻസിനെ കാണിക്കാം. ഈ ഒരു കേസിൽ നമുക്കിത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി സൈഡാണ് ഏറ്റവും കൂടുതൽ. അതായത് 9000 പ്ലസ് 6040 രൂപയാണ് നമുക്ക് ഈ ലയബിലിറ്റി സൈഡിലുള്ള രണ്ട് ഫിഗേഴ്സ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ അസറ്റിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ടുള്ള വലിയ എമൗണ്ട്. സോ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15040 രൂപ ടോട്ടൽ വരും. 15040. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ബാലൻസ് വരുന്നത് എവിടെ ആയിരിക്കും, നമ്മുടെ അസറ്റ് സൈഡിൽ. നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അക്കൗണ്ട് ആയിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യേണ്ടത്. കറണ്ട് അക്കൗണ്ട്, ഈ കറണ്ട് അക്കൗണ്ടായിട്ട് ബാലൻസ് വരുന്നത് 39 റുപ്പീസ് ആണ്. കറണ്ട് അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് 39. ഈ 39 എന്താണ്, നമ്മൾ പറഞ്ഞു നേരത്തെ ലയബിലിറ്റി സൈഡിലാണ് കറണ്ട് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, കമ്പനി ഈ പറഞ്ഞ കമ്പനീന്റെ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. എന്നാൽ ഈ കറണ്ട് അക്കൗണ്ട് അസറ്റിൽ വരികയാണെങ്കിൽ അത് കമ്പനീന്റെ ആസ്തിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, കമ്പനിയിലേക്ക് കിട്ടാനുള്ള ക്യാഷ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. സോ നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാലും കറണ്ട് അക്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ആണ് നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സോ കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ഇവിടെ ഉള്ള കറണ്ട് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കിട്ടിയത് 39 റുപ്പീസ് ആണ്. സോ അത്രയാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്.